ഹസ്കർ ഇവിടെ ആ കർണാടക ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് കുഡ് ബി സീൻ ദാറ്റ് ദ കമ്പനി ഹാസ് ബീൻ റെഗുലർലി ഇൻ ബ്രാക്കറ്റ് ഓൾമോസ്റ്റ് എവറി മന്ത് റിസീവിംഗ് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര പ്ലീസ് സ്റ്റേറ്റ് ദ നെയിം ഓഫ് ദി ഡോണർ എന്ന് പറഞ്ഞ് ഈ എക്സാലോജിക്ക് CMRL നിന്ന് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ മാസവും റെഗുലറായി ഈ ചാരിറ്റബിൾ കമ്പനികളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടേയിരുന്നു. എല്ലാ മാസവും മാസപ്പടി CMRL നിന്ന് മാത്രമായിരുന്നില്ല എന്ന് പറയുന്നതും കർണാടക ഹൈക്കോടതി ഉത്തരവാണ്. പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യത്തിലും അതുണ്ട്. മറുപടി ഉണ്ടോ ഹസ്കർ? ഹഷ്മി, മലയാളിയുടെ പൊതുബോധം എന്ന് പറയുന്നത് നരച്ച ബുദ്ധിയുടെ ഒരു ഉൽപ്പന്നമാണെന്നും ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് വേലിയേറ്റം സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ വല്ലാതെ ആശ്ലേഷിച്ച് മലയാളിയെ ഇങ്ങനെ കെട്ടിയിടുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രക്രിയയിലേക്കാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിവാദങ്ങൾ, ഇന്നത്തെ വിവാദങ്ങൾ നാളെ മറന്നുപോവുകയും അങ്ങനെ മറക്കുന്നതിനുള്ളതും മലയാളിയുടെ ഒരു സ്വഭാവമായി സൃഷ്ടിക്കുകയുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ അങ്ങ് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും അതുപോലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെയും കേന്ദ്ര ഏജൻസികൾ ഏതു തരത്തിലാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തമിഴ്നാടിനെയും പശ്ചിമഘട്ടം കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ എല്ലായിടത്തും നിങ്ങൾക്ക് മനസ്സിലാവും. 2.5 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലും കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ കഴുകൻ കണ്ണുമായി വട്ടമിട്ട് പറന്നത് നാം കേട്ടതാണ്. സ്വർണ്ണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഒക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊക്കെ കെട്ടുകഥകളും കേൾവി കേട്ട് മറന്നുപോയതുമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 2020 അവസാനത്തിലോ 2021 ആദ്യ ദിനങ്ങളിലോ ED എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള CMRL ഇടപാടുകളെ സംബന്ധിച്ച് 2018-19 ഫിനാൻഷ്യൽ അസസ്മെന്റ് ഇയറിലെ രേഖകൾ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ EDക്ക് വിവരം ലഭിക്കുകയും ED ആ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ PMLA ആക്ടിന്റെ പരിധിയിൽ ഈ കേസ് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിലും കാണുന്നുണ്ട്. അപ്പൊ ആ അന്വേഷണം നാളിതുവരെ അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം, നാളിതുവരെ ഏതെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമെന്ന് സഭയിൽ ചോദിച്ചപ്പോൾ മറുപടിയില്ല. അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം ചോദിച്ചപ്പോൾ മറുപടിയില്ല. അപ്പോ ഇപ്പൊ കർണാടക ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് 2020 ED അന്വേഷണം തുടങ്ങിയെന്ന കാര്യം. ശ്രീ അസ്കർ, CPI സമ്മതിക്കോ അത്? അതെ, ഞാനത് അംഗീകരിക്കുന്നു. 2020 ED അന്വേഷിച്ചിട്ട് 4 കൊല്ലമായിട്ട് ED അത് കെട്ടിപ്പറക്കി എവിടെയെങ്കിലും വെച്ചിട്ട് കാത്തിരിക്കുന്നു എന്ന് വേണോ നമുക്ക് കരുതാൻ? ED അത്തരത്തിൽ ഏതെങ്കിലും ഒരു തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. നാടൊട്ടുക്ക് നടന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വെറുതെ നോട്ടീസും അറസ്റ്റും ഒക്കെ അകത്തുനിന്ന സമയത്ത് ഇവിടെ 2020 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ EDക്ക് ബോധ്യപ്പെട്ടിട്ടും എന്തേ അമാന്തം എന്ന ചോദ്യം ശ്രീ അബിയാൻ അസ്കർ. അല്ല, അതൊരു വലിയ രാഷ്ട്രീയ ചോദ്യമാണെന്നേ. ഒരു തെളിവും ലഭിക്കാത്തതുകൊണ്ടാണെന്നേ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇതുപോലെ അന്വേഷിച്ചതല്ലേ? ബിരിയാണി ചെമ്പ് ഇതുപോലെ അന്വേഷിച്ചതല്ലേ? ഈന്തപ്പഴക്കുരു ഇതുപോലെ അന്വേഷിച്ചതല്ലേ? ഈ അന്വേഷണങ്ങളൊന്നും തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അവരെ കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനം, കാര്യം CPIMന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാബോധം സൃഷ്ടിക്കുന്നതിന് CPIMന് വലിയ പങ്കുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്നവരാണ് BJP. സ്വാഭാവികമായും എന്തെങ്കിലും തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അവർ കേരളത്തിലെ CPIMനെ തകർക്കുന്നതിനു വേണ്ടി ആ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് CPIMന്റെ നേതാക്കന്മാർക്ക് പിന്നാലെ പറന്നടുക്കുമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയല്ലേ? തെളിവുകളില്ല. ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ വരുന്നത്. പിന്നെ അങ്ങ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ആനുവൽ മെയിൻ്റെനൻസ് ആണ് പ്രധാനമായും എക്സാലോജിക് ചെയ്തു വരുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ പല കമ്പനികളുമായി അവർക്ക് കരാറുകൾ ഉണ്ടാവും, പല കമ്പനികളുമായി അവർ സേവനം നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ഏതെങ്കിലും ജനകീയ സ്ഥാപനങ്ങളോ ഒക്കെ തന്നെ എക്സാലോജിക്കിന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും ജനകീയ സ്ഥാപനങ്ങൾക്കോ അത്തരത്തിൽ മാസപ്പടി വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇളവ് നൽകിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് CPM പറയാൻ കഴിയുമോ? മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ?
എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? നികുതി ഇളവിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് നികുതി ഇളവ് നൽകുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്ന എങ്കിൽ ഉറപ്പിച്ച് മറുപടി പറയണം. GST ആണ് നമുക്ക് എങ്കിൽ ഇപ്പൊ കോടതിയിലേക്ക് ഒന്നും പോകണ്ട. ഇപ്പോ ഒരു ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ പറയുകയാണ് 135 കോടിയിലെ മേജർ ഷെയറും വാങ്ങിയ നേതാവ് പിണറായി വിജയനാണെന്ന് പറയാതെ പറയുകയാണ്. അതിനെതിരെ ഒരു മാനനഷ്ടം നമ്മുടെ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുന്നില്ല, ഒരു കോടതിയിലേക്ക് പോകുന്നില്ല. PV എന്ന് പറയുന്ന പേര് പിണറായി വിജയനാണെന്ന് അതിൽ നക്ഷത്രം പോലെ എഴുതി വെക്കുന്നു. ഒരു മാനനഷ്ടവും ഉണ്ടാകുന്നില്ല, കോടതിയിലേക്ക് പോകുന്നില്ല. ആ പ്രൊമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണ വിജയൻ ഇത്തരത്തിൽ ചെയ്യാത്ത പണിക്ക് പണം കൊടുത്തതെന്ന് പച്ച നക്ഷത്രം പോലെ എഴുതി വെക്കുന്നു. എന്നിട്ടും ഒരു മാനനഷ്ടവുമില്ല, കോടതിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിനെങ്കിലും കോടതിയിലേക്ക് പോയില്ലെങ്കിൽ മറുപടി പറയണം. ഒരു നികുതികളോ നൽകിയിട്ടില്ല എന്നെങ്കിലും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട ആരെങ്കിലുമോ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദിന് മറുപടി കൃത്യമായി പ്രതിപക്ഷ നേതാവിന് കൊടുക്കണ്ടേ? ശ്രീ BN അസ്കർ. അശ്മി, ഇതുപോലൊരു ചോദ്യം 80കളുടെ അവസാനത്തിലാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ആ ചോദ്യം എന്ന് പറയുന്നത് അന്ന് AK ആന്റണിയും സഖാവ് EMS തമ്മിലായിരുന്നു. ചോദ്യങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേരളം കേട്ടത്. അതിൻ്റെ ഒരു ആശയ വ്യക്തതയുണ്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നു. കേരളത്തിന്റെ പൊതുബോധത്തെ വല്ലാതെ ഇളക്കിമറിക്കുകയും ബൗദ്ധികമായി വല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു. ഇന്ന് ശ്രീ VD സതീഷിൻ്റെതായ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബാലിശമായ ചോദ്യങ്ങളാണ്. ഒന്നാമത് ആ ചോദ്യത്തിന്റെ ഒരു അപകടം പിടിച്ച ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവല്ലോ, അതൊരു കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ഒരു ബോർഡാണ്. അതിൽ പറയുകയാണ് കേട്ടോ, എന്താണ് the claim of the assessee should also seen in the background of other claims that they have to make payments to politicians. Miss Veena T is a daughter of a prominent politician to whom other payments have been made as per assessee's own admission. എന്ന് പറഞ്ഞാൽ അതിന്റെ തുടർച്ചയിൽ പറയുകയാണ്, ഈ പറയുന്ന പേയ്മെന്റിൽ മേജർ ചങ്ക് പോയ നേതാവ് ഈ പ്രൊമിനന്റ് നേതാവാണെന്ന് പറയുകയാണ്. ഒരു മാനനഷ്ടവും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ടതില്ലേ? ഒരു മാനനഷ്ടവും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടാവേണ്ടതില്ലേ? ഒരു കോടതിയിലേക്കും ഈ നിരീക്ഷണം മാറ്റണം എന്നാവശ്യപ്പെട്ട് പോകേണ്ടതില്ല എന്നാണോ ഹസ്കർ പറയുന്നത്? വീണയും എക്സാലോജിക്കും വിട്ടേക്കൂ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാനനഷ്ടം ഇല്ലേ? ഇടയ്ക്ക് BN അസ്കർ. ഹഷ്മി, നമുക്കറിയാം ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ അത്തരത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ എന്ന് പറയുന്നത് ഏകപക്ഷീയവും സ്വാഭാവിക നീതിയുടെ ലംഘനപരമായിട്ടുള്ള ഒരു വിധി പകർപ്പാണ്. ആ വിധി പകർപ്പ് അപ്പീലബിളുമല്ല. ഏതെങ്കിലും ഒരു സ്ഥാപനം തൻ്റെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയിട്ടുള്ള നികുതി വെട്ടിപ്പിനെ സംബന്ധിച്ച് ഒരു സത്യവാങ്മൂലം ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ കൊടുത്താൽ അതിന്മേൽ വരുന്ന വിധികൾക്ക് അതിനെ ആശ്രയിക്കുന്ന ആളുകളെ മുഴുവൻ, അല്ലെങ്കിൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ മാനനഷ്ടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊരു വലിയ സംശയം. ഇല്ല സർ, നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരെന്ന് പറയുകയാണ്. നിങ്ങൾ 133 സർ, നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരൻ എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെന്റ് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ആരോപണമല്ല, രേഖാമൂലം എഴുതി വെച്ചിരിക്കുകയാണ്. 135 കോടിയിൽ മേജർ ചങ്ക് പോയ നേതാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് പൊളിറ്റിക്കൽ ഫണ്ടിംഗ് ആണ്. മുഖ്യമന്ത്രി ആൾ കൊടുത്ത പണം പിണറായി വിജയൻ വാങ്ങിയെന്നല്ലേ അർത്ഥം? മാനനഷ്ടം ഉണ്ടാവേണ്ടതില്ലേ മുഖ്യമന്ത്രിക്ക്? ഹാഷ്മി, അതിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് 133.28 കോടി രൂപ നൽകിയിട്ടുള്ളതാണ്. ഇൻകം ടാക്സ് പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന ടാലിയുടെ ഡ്യുവൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ കർത്തയുടെ ഡയറി ഉണ്ട്. ഇത് രണ്ടും നാളിതുവരെ ഇൻകം ടാക്സിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ ആ പേരുകൾ ആരും വന്നിട്ടില്ലെന്നേ. ഇത് ഇനിയും പുറത്തു വരാത്ത നിരവധി പേരുകളുണ്ട്. ഊഹാപോഹങ്ങൾ മാത്രമായിരിക്കരുത് ആ വിധിപ്പകർപ്പ്. ആ വിധിപ്പകർപ്പിൽ മുഴുവൻ ആളുകളുടെയും ചോദ്യമൊന്നുമല്ല, അതൊക്കെ അവരോട് ചോദിക്കാം. അതൊക്കെ OC-യോട് ചോദിക്കാൻ കഴിയില്ല, അതൊക്കെ RC-യോടും KK-യോടും IK-യോടൊക്കെ ചോദിക്കാം. ദാ പറയുന്നു, the assessee is concealing from the commission the fact that she is the daughter of a political leader whose initials are explained and to whom major payments have been made. എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീ അസ്കർ? ഈ പറയുന്ന ശതകോടികൾ, നൂറുകണക്കിന് കോടികളിൽ മേജർ പേയ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ചെയ്ത നേതാവാണെന്ന് പറയുകയാണ്. പിണറായി വിജയൻ കോടികൾ കൈക്കൂലി വാങ്ങിയെന്ന് പറയുകയാണ് ആ ബോർഡ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാനനഷ്ടം ഉണ്ടാവണ്ടേ? ഈ നശിച്ച പരാമർശം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കോടതിയിലും പോകണ്ടേ നമുക്ക് അസ്കർ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്? ഹഷ്മി, CPM-നെ സംബന്ധിച്ചിടത്തോളം, CPM-ന്റെ ഓരോ പ്രവർത്തകരും സംബന്ധിച്ചിടത്തോളം സഖാവ് പിണറായി വിജയൻ ആരാണെന്നുള്ളതിന്റെ തികഞ്ഞ ബോധമുള്ളവരാണ്. സർ, CPM-മാരെ ബോധ്യപ്പെടുന്ന കാര്യമല്ലേ പറയുന്നത്? CPM അണികളെ ബോധ്യപ്പെടുന്ന കാര്യമല്ല പറയുന്നത്. കേരളത്തിന്റെ CPM-ന്റെ മാത്രം മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ?
കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കരിമണൽ മുതലാളിയുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ഒരു നികുതി വകുപ്പ് ബോർഡ് ഇപ്പോഴും കിടക്കുകയാണ് ആ പരാമർശം. ആ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നാളിതുവരെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ സർക്കാരോ എങ്ങോട്ടും പോയിട്ടില്ല. എന്തേ? ഒരു വിധി പരാമർശത്തിന്റെ പേരിൽ, അതൊരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി പരാമർശത്തിന്റെ പേരിൽ, ഒരു ക്വാസി ജുഡീഷ്യൽ ഫോറത്തിന്റെ വിധി പരാമർശത്തിന്റെ പേരിൽ അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ ചന്ദ്രനെ നോക്കി ഏതൊക്കെ നായ്ക്കൾ കുരയ്ക്കാറുണ്ട്. അപ്പൊ ആ നായുടെ കുരവിളികൾ, അത്തരത്തിൽ കുരയ്ക്കുന്ന നായ്കൾക്ക് പിന്നാലെ പായേണ്ട കാര്യമുണ്ടോ? ഇത് അത്തരത്തിൽ കണ്ടാൽ മതി. അതിന് അർഹിക്കുന്ന പ്രാധാന്യമേ CPM നൽകുന്നുള്ളൂ. അതിന് അർഹിക്കുന്ന പ്രാധാന്യമേ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഇത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി വകുപ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ തർക്കപരിഹാര ട്രിബ്യൂണലായ ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, താങ്കൾ തന്നെ പറഞ്ഞ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന, കൈക്കൂലി കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ഒരു പരാമർശമാണ്. ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ളത് എനിക്കത് ഗുരുതര പരാമർശമാണ്. കാര്യം എൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റാണെങ്കിൽ അത് തിരുത്താൻ പോകേണ്ടത് എൻ്റെ കൂടിയും മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. അത് ചെയ്യുന്നില്ല എന്തേ എന്നായിരുന്നു ചോദ്യം. പോട്ടെ, അത് ഏതെങ്കിലും തെരുവിൽ കുഴക്കുന്ന നായ കുരയ്ക്കുന്ന പോലാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ.